ഗുരുദേവൻ പഠിപ്പിക്കുന്നു, ഇതൊന്നും അല്ല സ്വർഗം, ഇതിനും അപ്പുറമാണ് സ്വർഗം. എന്താണ് സ്വർഗമെന്ന് നമ്മളിപ്പോൾ കാണും. എന്താണ് വിശുദ്ധ ഖുർആൻ പറയുന്നതെന്ന് അറിയാമോ? അറിവ് തേടണം. നീ അറിവ് തേടി നടക്കുമ്പോൾ നിനക്ക് സ്വർഗത്തിലേക്കുള്ള ദൂരം ഞാൻ കുറച്ചു തരും എന്ന് വിശുദ്ധ ബൈബിൾ സുഭാഷിതങ്ങളിൽ പഠിപ്പിക്കുന്നു. അറിവ് തേടുന്നവനും ജ്ഞാനം തേടുന്നവനും ഭാഗ്യവാന്മാർ. എന്തെന്നാൽ അത് സ്വർണത്തെക്കാളും വെള്ളിയെക്കാളും ശ്രേഷ്ഠവും ഡയമണ്ടിനേക്കാൾ അമൂല്യവുമാണ്. അപ്പൊ വേദം പഠിപ്പിക്കുന്നു, ഖുർആൻ പഠിപ്പിക്കുന്നു, ബൈബിൾ പഠിപ്പിക്കുന്നു, ഭഗവത്ഗീത പഠിപ്പിക്കുന്നു. എന്താണെന്ന് അറിയണ്ടേ? നിങ്ങൾ എത്രയോ പേർ അമ്പലങ്ങളിൽ പോയി പ്രാർത്ഥിക്കാറുണ്ട്, പായസം നടത്താറുണ്ട്, അല്ലെ? തേങ്ങയടിക്കാറുണ്ട്, ചർച്ചിൽ പോവാറുണ്ട്, നിസ്കരിക്കാറുണ്ട്. നിങ്ങൾ എത്രയോ കാലം കൊണ്ട് പ്രാർത്ഥിക്കുന്നു. നിങ്ങളിൽ 90% പേർക്കും കുടുംബങ്ങളിൽ ദുഃഖവും ദുരിതവും കഷ്ടപ്പാടും വിട്ടൊഴിഞ്ഞിട്ടില്ല. എൻ്റെ മാതാപിതാക്കളോടുള്ള ചോദ്യം, നിങ്ങൾ അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്നു, സന്തോഷം. ചർച്ചിൽ പോകുന്നു, വളരെ സന്തോഷം. പക്ഷെ 24 മണിക്കൂറിൽ ചാനലുകളും റിയാലിറ്റി ഷോകളും ഒന്ന് ആലോചിച്ച് നോക്കിയേ. മഹാഭാരതം കാണും, കാണണ്ടെന്ന് ഞാൻ പറയില്ല. ഭാരതത്തിന്റെ സംസ്കാരവും സ്ത്രീ ശക്തി എന്താണ്, ഒരു മുക്കുവ സ്ത്രീ പോലും സംസാരിക്കുന്ന ജ്ഞാനം എന്താണെന്ന് അതിൽ കാണാം. ധർമ്മവും അധർമ്മവും കാണാം. ഇതെല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിലൂടെ മെസ്സേജുകളുണ്ട്. 3ാം ക്ലാസ്സിൽ പഠിക്കുന്ന 7 വയസ്സുള്ള കുട്ടിയുടെ തലയ്ക്കകത്ത് പഠനമെന്ന് പറയുന്ന ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ്, മാത്സിന്റെ ഒന്നും ബേസ് ഇല്ലാതെ നിങ്ങൾ ഈ 10ാം ക്ലാസ് കഴിഞ്ഞതിന്റെ ഗതികെട്ട അവസ്ഥയാണ് മക്കളെ. ഈ ഇരിക്കുന്ന നിങ്ങളിൽ പലർക്കും ഇവിടുത്തെ ഏറ്റവും നല്ല അധ്യാപകർ ഫിസിക്സ് പഠിപ്പിച്ചിട്ട് തലയിൽ കയറുന്നില്ല, കെമിസ്ട്രി പഠിപ്പിച്ചിട്ട് തലയിൽ കയറുന്നില്ല, മാത്സ് പഠിപ്പിച്ചിട്ട് തലയിൽ കയറുന്നില്ല, അക്കൗണ്ടൻസി പഠിപ്പിച്ചിട്ട് തലയിൽ കയറുന്നില്ല. കാരണം എന്താണെന്നറിയാമോ? മാതാപിതാക്കൾ അറിയണം, എന്റെ ഈ കുഞ്ഞുമക്കൾ 10ലും 8ലും 7ലും ഒന്നും നല്ല രീതിയിൽ പഠിച്ചിരുന്നില്ല. അതാണ് സത്യം. എല്ലാരുമല്ല, 90%-ലധികം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മക്കൾ ഇവിടെ കൊമേഴ്സ് പഠിക്കുമ്പോൾ അവർ CA-ക്കാരാവുമോ ഇല്ലയോ എന്ന് ഭാവിയിൽ കാണാം. അങ്ങനെ ആകാൻ വേണ്ടിയാണ് ഈ ഷോ. അവർ MCOM ആകാൻ വേണ്ടിയാണ് ഈ ഷോ. അവർ BCOM എങ്കിലും ആകാൻ വേണ്ടിയാണ് ഈ ഷോ. അപ്പൊ എന്ത് വേണം? ഇന്ന് മാനസാന്തരം ഉണ്ടാകണോ വേണ്ടയോ എന്ന് ആത്മപരിശോധന നടത്തണം. ഈ ഇരിക്കുന്ന നിങ്ങളാണ് സുന്ദരികളും സുന്ദരന്മാരും. മറക്കണ്ട, ഞാൻ പറഞ്ഞത് ഓർക്കണം. ചിരിക്കാൻ തോന്നിയാൽ ചിരിച്ചോണം, ഇല്ലെങ്കിൽ കരയാൻ തോന്നിയാൽ പൊട്ടിക്കരഞ്ഞോണം. എനിക്കൊരു നിർബന്ധവും ഇല്ല. പക്ഷെ ബൈബിൾ പറയുന്നു, വിശുദ്ധ ബൈബിൾ, ജീസസ് ക്രൈസ്റ്റ് ഞാൻ വിശ്വസിക്കുന്നു, യേശു ക്രിസ്തു പഠിപ്പിക്കുന്നു. എന്താ പഠിപ്പിക്കുന്നത്? നിനക്കിന്ന് മാനസാന്തരം വരുന്നില്ല എങ്കിൽ, നീ ഇന്ന് കുഞ്ഞിനെ പോലെ ആകുന്നില്ല എങ്കിൽ നിനക്ക് ഒരിക്കലും സ്വർഗം ലഭിക്കില്ല എന്ന്. നമ്മളെല്ലാവരും ഭയങ്കര വലിയ ആൾക്കാരല്ലേ? ഞാൻ കണ്ടിട്ടുണ്ട് ചില വീടുകളിൽ അമ്മ വലിയ വലിയ കാര്യങ്ങൾ അച്ഛനോട് പറയാനായിട്ട് വരും, അച്ഛൻ്റെ അടുത്ത് പറയാൻ വരും. അപ്പൊ അച്ഛന്മാര് ചിലർ പറയും, നീ എവിടെ ഉണ്ടായിരിക്കും, എനിക്കറിയാം, ഞാൻ പറഞ്ഞോളാം. ചില സ്ഥലങ്ങളിൽ അച്ഛന്മാർ വലിയ വലിയ കാര്യങ്ങൾ പറയാനായിട്ട് വരും. അമ്മമാരായ ചില സഹോദരിമാർ പറയും, നിങ്ങളവിടെ മിണ്ടാണ്ടിരിക്കും, എനിക്കറിയാം, ഞാൻ പറഞ്ഞോളാം, ഞാൻ ചെയ്തോളാം. ഇത് രണ്ടും കേട്ട് വളർന്ന 5ലും 6ലും 5 വയസ്സും 8 വയസ്സും 10 വയസ്സുള്ള കൊച്ചുങ്ങൾ ഇപ്പൊ പറഞ്ഞു തുടങ്ങി, നിങ്ങൾ രണ്ടുപേരും മിണ്ടാതിരുന്നോ, ഞങ്ങൾക്കെല്ലാം അറിയാം, ഞങ്ങൾ ചെയ്തോളാമെന്ന്. ഒന്ന് ആലോചിക്കുക, ആത്മപരിശോധന നടത്ത്. യഥാർത്ഥത്തിൽ അറിവിൽ നമ്മൾ മുമ്പോട്ടാണോ, അറിവിൽ നമ്മൾ പുറകോട്ടാണോ എന്ന്. വരാൻ പോകുന്ന ഭാവിയിൽ ഈ ഇരിക്കുന്ന പെൺകുട്ടികളിൽ പലരെയും +2-കാരന്മാര് കല്യാണം കഴിച്ചു എന്ന് അന്ന് കേട്ടാൽ നിങ്ങൾ ഓരോ രക്ഷകർത്താക്കളും ഓർത്തോളൂ, +2 കഴിഞ്ഞവന്റെ യഥാർത്ഥ ക്വാളിഫിക്കേഷൻ യഥാർത്ഥത്തിൽ എത്രയാണ്? 1ാം ക്ലാസ്സാണ്. ഇന്നത്തെ കേരളത്തിന്റെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ വെച്ച് നോക്കിയാൽ 1ാം ക്ലാസ്സിൽ ചേർന്നാൽ 10ാം ക്ലാസ്സും +2 വരെയും തള്ളി കൊണ്ടുപോകും. പക്ഷെ നമ്മുടെ വീടുകളിൽ ഇരിക്കുന്ന ഒരു അപ്പനും അമ്മമ്മയും 5ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ചിലത് സംസാരിക്കുമ്പോൾ നമ്മൾ തന്നെ പറയാറുണ്ട്, അമ്മമ്മയ്ക്ക് MA-യുടെ നോളജാണ്. അപ്പൊ കുറെ ഡിഗ്രികളോ കുറെ വിദ്യാഭ്യാസം എടുത്തു വെച്ചതുകൊണ്ട് കാര്യമില്ല മക്കളെ. അകത്ത് ജ്ഞാനമുണ്ടാകണം, ഉയർന്ന അറിവുണ്ടാകണം. അറിവുണ്ടായില്ലെങ്കിൽ നിന്റെ കാര്യം പോക്ക്, നീ ഒരിക്കലും ശ്രേഷ്ഠനായി മാറില്ല. അമ്പലത്തിൽ പോയി പ്രാർത്ഥിക്കുന്ന സഹോദരങ്ങളുണ്ട്, വളരെ സന്തോഷം, നല്ല കാര്യം. ഒരു ദിവസം 24 മണിക്കൂറിൽ 23 മണിക്കൂർ നിങ്ങൾ അടിച്ചു പൊളിച്ചോളൂ, എൻജോയ് ചെയ്തോളൂ, വളരെ സന്തോഷം. പക്ഷേ ഒരു അരമണിക്കൂർ നേരമെങ്കിലും സ്വന്തം വീട്ടിൽ മക്കളെ പിടിച്ചിരുത്തി
ആ ഭഗവത്ഗീത എന്ന് പറയുന്ന ഹിന്ദു വേദഗ്രന്ഥങ്ങൾ, അല്ലെങ്കിൽ ഭാഗവതം, അല്ലെങ്കിൽ രാമായണം, മൂല്യങ്ങൾ നിറഞ്ഞു കിടക്കുന്ന പുസ്തകം. എന്താ ഭഗവത്ഗീത? ആ പടച്ച തമ്പുരാന്റെ പരിശുദ്ധാത്മാവിന്റെ പരബ്രഹ്മത്തിന്റെ ദൈവത്തിന്റെ വചനങ്ങൾ ശ്രീകൃഷ്ണനിലൂടെ അർജുനൻ എത്തിച്ചേർന്നു. എന്താണ് ശ്രീകൃഷ്ണൻ അർജുനന് പറഞ്ഞു കൊടുത്തത്? ഭഗവത്ഗീത അറിയണമെങ്കിൽ അമേരിക്കയിൽ പോയി പഠിക്കണം. അതാണ് ഇന്നത്തെ അവസ്ഥ. അമേരിക്കയിലെ 186 യൂണിവേഴ്സിറ്റികളിൽ ഭഗവത്ഗീത ഒരു പേപ്പറാണ്. അമേരിക്കയിലെ 4200ഓളം സ്കൂളുകളിൽ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഭഗവത്ഗീത ശ്ലോകം ആ ചാനലുകളിലൂടെ പോകുന്നു. മെഡിറ്റേഷൻ. അങ്ങനെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചു വെച്ചുകൊണ്ടിരുന്ന് പഠിച്ചെങ്കിൽ മാത്രമേ ഉയരൂ. ആ ഭഗവത്ഗീത അർജുനന് പറഞ്ഞു കൊടുത്തു. ആരാ അർജുനൻ? എന്റെ സഹോദരങ്ങളെ, അല്ലെങ്കിൽ സുന്ദരന്മാരും സുന്ദരികളുമായ എന്റെ കുഞ്ഞുമക്കളെ, പാണ്ഡവരിൽ മൂന്നാമനെന്ന് നീ പറയും, ഞാൻ പറയില്ല. ആർജവം ഉള്ളവനാണ് അർജുനൻ, അല്ലാതെ പാണ്ഡവരിൽ മൂന്നാമനല്ല. നിങ്ങളുടെ മക്കൾക്ക് ആർജവം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ആർജവമുണ്ടെങ്കിൽ നിങ്ങൾ അർജുനനായി. അതാണ് വേദത്തിന്റെ അർത്ഥം. അല്ലാതെ തൂങ്ങിപ്പിടിച്ച് ഉറക്കം തൂങ്ങിയും ഒന്നിനും കഴിവില്ലാതെ ഓരോ ദിവസവും അലസനും മടിയനും നിഷ്ക്രിയനുമായി പൊക്കോണ്ടിരിക്കുന്നവൻ ശാപം മാത്രമാണ്. ഈ ലോകത്തിന് ശാപമാണ്. ആലോചിച്ച് നോക്കിയേ, ആത്മാവിന്റെ ശക്തി അർജുനനാകണം. അങ്ങനെ അർജുനനായി കഴിഞ്ഞാൽ ലക്ഷ്യത്തിലേക്ക് അസ്ത്രം കൊള്ളുമെന്ന് പറഞ്ഞാൽ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ഉത്തരം നീ പരീക്ഷയ്ക്ക് എഴുതിയിരിക്കും. ബയോളജി, മെഡിക്കൽ എൻട്രൻസ് പരീക്ഷയിൽ നീ ആൻസർ ചെയ്യുന്നത് മിക്കതും ശരിയായിരിക്കും. അതോടുകൂടി നീ MBBS ഡോക്ടറായി, അല്ലെങ്കിൽ IIT-കാരനായി. ആലോചിക്കും. ഇന്ന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ടുള്ള അസ്ത്രം തൊടുക്കാൻ പറ്റുന്നില്ല എന്നർത്ഥം. കാരണം എന്താ? നിങ്ങളെ പലരെയും അർജുനന്മാരായിട്ടല്ല വീട്ടിൽ വളർത്തിയതും വളർത്തുന്നതും വളരുന്നതും. എന്റെ ചോദ്യം ഇതാണ്: എല്ലാ ദിവസവും ഒരു 10 മിനിറ്റ് സമയമെങ്കിലും ഭഗവത്ഗീത ശ്ലോകങ്ങൾ പാരന്റ്സും മക്കളും കൂടെ വീട്ടിൽ ഇരുന്ന് മക്കൾക്ക് പറഞ്ഞ് അവരുടെ തലയിലേക്ക് കയറ്റി കൊടുക്കുന്ന പാരന്റ്സ് ഉണ്ടെങ്കിൽ സത്യം സത്യമായെന്ന് കൈപൊക്കി. സന്തോഷം, നിന്റെ മക്കൾ വഴിതെറ്റില്ല. കൃത്യമായി ബൈബിൾ ലോകത്ത് ഞാൻ കണ്ടതാണ്. ലോകത്തിൽ ഏറ്റവും കൂടുതൽ വിജയിച്ചു കിടക്കുന്ന സമുദായ സഹോദരങ്ങൾ ആരെന്ന് ചോദിച്ചാൽ ക്രിസ്ത്യൻസ് ആയിരുന്നു. കാരണം എന്താ? ഈ അടുത്ത കാലം വരെയും അവരുടെ വീട്ടിൽ എല്ലാ ദിവസവും രാത്രികളിൽ മാതാവും പിതാവും അച്ഛനും അമ്മയും മക്കളും എല്ലാവരും കൂടെ കൃത്യമായിട്ടിരുന്ന് വേദം വായിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അതിപ്പോ കുറഞ്ഞു വന്നു തുടങ്ങി. എല്ലാ ദിവസവും ചർച്ചിൽ പോകുമെന്നൊന്നും പറഞ്ഞ് നേരത്തെ കൈപൊക്കിയവരുണ്ട്, എനിക്ക് അതൊന്നും കാണണ്ട. പക്ഷെ എല്ലാ ദിവസവും കൃത്യവും വൃത്തിയുമായി മക്കളെ വിളിച്ചിരുത്തി ബൈബിൾ വചനങ്ങൾ കൃത്യമായി വായിപ്പിക്കുകയും അത് പറഞ്ഞ് മനസ്സിലാക്കി തലയെ കയറ്റി കൊടുക്കുകയും ചെയ്യുന്ന കുഞ്ഞുമക്കൾ LKG UKG അല്ല, ഈ ഇരിക്കുന്ന മക്കളെയും ഇതുപോലെയുള്ള ബാക്കി മുഴുവൻ മക്കളെയും ചെയ്യിപ്പിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ സത്യം സത്യമായെന്ന് കൈപൊക്കി. സന്തോഷം, നിങ്ങളുടെ മക്കളും വഴി പിഴക്കില്ല. മറ്റുള്ളവർക്ക് വഴി പിഴയ്ക്കാൻ ചാൻസ് കൂടുതലാണ്. ആലോചിക്കണം. സത്യം എന്താ? സത്യം സദാചാരബോധം കേരളത്തിൽ കുറയുന്നു എന്നാണ് പറയുന്നത്. പലയിടത്തും പീഡനം എന്നാണ് പറയുന്നത്. എനിക്ക് അറിഞ്ഞൂടാ, ഞാനൊന്ന് ചോദിക്കട്ടെ. സദാചാരബോധം എന്ന് പറയുന്നത് വ്യക്തികളിൽ വളരണമെങ്കിൽ പട്ടാളം വിചാരിച്ചാൽ നടക്കുമോ മക്കളെ? പോലീസ് വിചാരിച്ചാൽ നടക്കുമോ? അധ്യാപകർ വിചാരിച്ചാൽ നടക്കുമോ? മാതാപിതാക്കൾ വിചാരിച്ചാൽ നടക്കുമോ? ഒരല്പം നടന്നു എന്ന് വരും മാതാപിതാക്കൾ വിചാരിച്ചാൽ. പിന്നെ ആരാ വിചാരിക്കേണ്ടത്? അവനവൻ വിചാരിക്കണം. സദാചാരബോധം വ്യക്തികളിൽ വളരണമെങ്കിൽ അത് വേദത്തിലൂടെ മാത്രമേ പറ്റൂ. ബയോളജി, ഫിസിക്സ്, കെമിസ്ട്രി, ഇംഗ്ലീഷ് ഒന്നും പഠിച്ചാൽ സദാചാരബോധം ഉണ്ടാവില്ല. അതിനകത്തൂടെ നോളജ് വർദ്ധിക്കും. പക്ഷെ സദാചാരബോധം വളരണമെങ്കിൽ സ്ത്രീ ആര്, പുരുഷൻ ആര്, എന്താണ് ജീവിതം, ജീവിതത്തിന്റെ അർത്ഥം എന്ത്, നിരർത്ഥകത ഏതൊക്കെയാണ്, ഈ കാഴ്ചകളുടെ പുറകെ നടന്നാലുള്ള അവസ്ഥ എന്താണ്, അങ്ങനെ നമുക്ക് മുമ്പേ പോയി ജീവിതം വിജയിപ്പിച്ച അവരിലൂടെ നമുക്ക് ഒരുപാട് അറിവുകൾ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അറിവിനും അപ്പുറത്തെ അറിവ് നേടണമെന്നാണ് ശ്രീനാരായണ ഗുരുദേവൻ പഠിപ്പിച്ചത്. അറിവിനും അപ്പുറത്തെ അറിവ്. ഗുരുദേവൻ ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് പറഞ്ഞിട്ടുണ്ട്. അതിലൊരു എക്സാമ്പിൾ ഇതാണ്: പുഴു. ചീഞ്ഞളിഞ്ഞ പഴങ്ങൾ തിന്നുമ്പോ പുഴു വിചാരിക്കുന്നത് എന്തായിരിക്കും എന്നറിയാമോ? ആ ചീഞ്ഞളിഞ്ഞ പഴമാണ് അമൃതം, സ്വർഗമെന്ന്. സ്വർഗം. അത് കഴിഞ്ഞ് പട്ടി മലമൂത്ര വിസർജ്യാദികൾ തിന്നാൻ നടക്കുമ്പോ പട്ടിയുടെ മനസ്സ് വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ? ഇതാണ് സ്വർഗീയ ഫുഡ് എന്ന്. അതുപോലെ ചാരായം കുടിച്ച് ശരീരം മുഴുവൻ ഇല്ലാതാക്കി ലഹരിക്ക് അടിമയായി നടക്കുന്ന ആൾക്കാരുടെ വിചാരം എന്താണെന്ന് അറിയാമോ? ഇത് തന്നെയാണ് യഥാർത്ഥ സ്വർഗം, സുഖം എന്ന്.
അതുപോലെയാണ് ഈ ഇന്ദ്രിയങ്ങളിലൂടെ ഈ ലൗകിക വിഷയങ്ങളെല്ലാം ആസ്വദിച്ച് വസ്തുക്കളുടെ പുറകെ ഓടി 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 രോഗികളായി മാറുന്നത് അവരറിയുന്നില്ല. അപ്പൊ നമ്മൾ വിചാരിക്കുന്നത് ഇതാണ് സ്വർഗമെന്ന്. പക്ഷെ ഗുരുദേവൻ പഠിപ്പിക്കുന്നു ഇതൊന്നുമല്ല സ്വർഗം, ഇതിനും അപ്പുറമാണ് സ്വർഗം. എന്താണ് സ്വർഗമെന്ന് നമ്മൾ ഇപ്പൊ കാണും. എനിക്ക് നിങ്ങളോട് ഭഗവത്ഗീത പഠിപ്പിക്കാൻ കഴിയും ഒരു തുള്ളി. ഭഗവത്ഗീത 10-ാം അധ്യായം വിഭൂതി യോഗം ദൈവം തമ്പുരാൻ പഠിപ്പിച്ചു, ശ്രീകൃഷ്ണൻ പഠിപ്പിച്ചു, അർജുനന് പഠിപ്പിച്ചു കൊടുത്തു. അർജുന, സത്യം അറിയണം എന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളുടെ മുമ്പിൽ മാത്രമേ പ്രഭാഷണം നടത്താവൂ. അല്ലാതെ ലൗകിക സുഖഭോഗികളുടെ മുമ്പിൽ പ്രഭാഷണം നടത്തിയിട്ട് ഒരു കാര്യവുമില്ല. അത് കലവും കമിഴ്ത്തി വെച്ച് കലത്തിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന കണക്കിരിക്കുന്നു. ഞാൻ പറഞ്ഞു മനസ്സിലായോ? ഇപ്പൊ 2 സ്മോൾ അടിച്ചുകൊണ്ട് കറങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തിയെ ഇവിടെ പിടിച്ചിരുത്തിയാൽ ആ വ്യക്തിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ആ വ്യക്തിക്ക് ഈ പറയുന്ന പ്രഭാഷണം എന്താണെന്ന് മനസ്സിൽ പോലും ആവില്ല. മനസ്സിലായോ? അതാ ബൈബിൾ പഠിപ്പിച്ചത്, നിന്റെ പിതാവ് എങ്ങനെ ഇരിക്കും അങ്ങനെ ഇരിക്കും നീന്ന്. പക്ഷെ എന്റെ സയന്റിഫിക് സൈഡിലേക്ക് ഞാൻ കയറി. മാതാവിന്റെയും പിതാവിന്റെയും റോള് നമ്മളിപ്പോ ബയോളജിയുടെ പഠിക്കും ഒരല്പം. എന്റെ ലക്ഷ്യം നാളെ പെട്ടിയിലാവാൻ പോകുന്ന ഇവിടെ ഇരിക്കുന്ന നിങ്ങളുടെ അമ്മമാരും അച്ഛന്മാരും അല്ല. എന്റെ ഇന്റൻഷൻ നിങ്ങളിൽ ഉണ്ടാകാൻ പോകുന്ന മക്കൾ അതേറെ നല്ലവരാക്കാനുള്ള കഴിവും വഴിയും എന്ന് എനിക്കറിയാം. അത് മോശപ്പെട്ടതാകാനുള്ള വഴി അറിയാന്നല്ല, അത് കണ്ട് പേടിച്ചിട്ടാണ് ഈ ക്ലാസ്സുകൾ. ഇതാണ് ഇന്നലെ വരെ നിങ്ങളുടെ പലരുടെയും കൂടെ ഈ പ്രിൻസിപ്പലും മഞ്ജു ടീച്ചറും മറ്റു പലതും പറഞ്ഞുകൊണ്ട് നടന്നിട്ടുണ്ടാവാം. പക്ഷെ നിങ്ങളുടെ തലയിൽ കയറിയിട്ടുണ്ടാവില്ല, മറക്കണ്ട. അത് കഴിഞ്ഞ് അങ്ങനെ ഭഗവത്ഗീതയിൽ ഞാൻ കണ്ടു യഥാർത്ഥ വിദ്യാർത്ഥിയുടെ ക്വാളിറ്റി എന്താണ്. ശ്രീകൃഷ്ണൻ പറയുന്നു, ഒരു യഥാർത്ഥ വിദ്യാർത്ഥിക്ക് 3 ക്വാളിറ്റീസ് ഉണ്ടാവണം. അല്ല, ഒന്നാമത്തെ ക്വാളിറ്റി ഞാൻ ഈ പറയുമ്പോ ഈ ക്ലാസ് ഏറെ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരായിരിക്കും എന്നറിയാമോ? ഇവിടെ ഈ കറണ്ട് കണക്ട് ചെയ്ത് ഇലക്ട്രിക്കൽ വർക്ക് മൈക്ക് ഓപ്പറേറ്റർ ആയിരിക്കുന്ന വെളിയിലിരിക്കുന്ന എന്റെ 2 അനിയന്മാർക്കായിരിക്കും. എന്താ കാരണം എന്നറിയാമോ? അവർക്കൊരു പക്ഷെ പണ്ട് ഇതുപോലെ ഒരു ക്ലാസ് കൊടുത്തിരുന്നുവെങ്കിൽ അവരിന്ന് ഇലക്ട്രിക്കൽ എഞ്ചിനീയറോ വേറെ ഏതെങ്കിലും പൊസിഷനിൽ എത്തിപ്പോയേനെ. അതിനേക്കാൾ ഉപരി അവരുടെ മക്കൾ ഒന്നാലോചിച്ച്, ഇവിടെ ഈ കൂലിപ്പണിക്കിരിക്കുന്നവരുടെ മക്കൾ ഈ പറഞ്ഞ പോലെ അനിഷ്കയുടെയൊക്കെ നമുക്ക് നാണം പോലും തോന്നുന്നില്ല എന്നുള്ളതാണ്. തുണി പോലും എടുക്കാതെ നഗ്നതയും പ്രദർശിപ്പിച്ച് ശരീരവും പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്ന വെറും മ്ലേച്ഛയായിട്ടുള്ള കുറെ പെണ്ണുങ്ങളുടെയും ആണുങ്ങളുടെയും പുറകെ അവരുടെ ഫാൻ എന്ന് പറഞ്ഞാൽ വീശറി എന്നാണ്. വീശറി അവളുമാരെ വീശാനായിട്ട് നടക്കുന്ന ഗതികെട്ട ജന്മമായി നമ്മൾ അധപ്പതിക്കുന്നില്ലേ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ തന്നെ ഒരു ആത്മപരിശോധന നടത്തുക. അതിനേക്കാൾ എത്രയോ നല്ല മിടുക്കരും ടോപ്പുമാണ് നിങ്ങൾ. ഈ അടുത്ത കാലത്ത് ചക്കുളത്ത് ദേവീ ക്ഷേത്രത്തിൽ പൊങ്കാല നടത്തി. പത്രങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു, നാരി പൂജ നടത്തുന്നു. ആണുങ്ങൾക്ക് നാരി പൂജ നടത്താൻ സന്തോഷമേ ഉള്ളൂ. എന്താ നാരി പൂജ? സ്ത്രീയുടെ പാദം കഴുകി പൂജിക്കുക. എത്രയോ അമ്മമാരവിടെ വന്നു, ഭർത്താക്കന്മാർ പൂജിച്ചു. അതിന്റെ ഉദ്ഘാടനം നടത്താനായി അവരവിടെ വിളിച്ചു വരുത്തിയത് കത്രീന കൈഫിനെയും കരീഷ്മ കപൂറിനെയും അനുഷ്ക ഷെട്ടിയൊന്നും അല്ല, മറിച്ച് മഞ്ജു വാര്യരെയായിരുന്നു. അപ്പൊ സംസ്കാരമുള്ളവർക്കറിയാം എന്താണ് സംസ്കാരമെന്ന്. പക്ഷെ പലർക്കും ഇവിടെ പ്രോബ്ലം ഉണ്ടാകണം എന്നുള്ളതാണ് ആഗ്രഹം. എന്നാൽ മാത്രമേ വാർത്തകൾ ഉണ്ടാകൂ. 5 പേര് ഒളിച്ചോടണമെന്നുള്ളതാണ് ചിലരുടെ ആഗ്രഹം, എന്നാലേ വാർത്തയുണ്ടാകും. ചിലർ പീഡിപ്പിക്കപ്പെടണമെന്നാണ് ആഗ്രഹം, അപ്പോഴേ വാർത്തയുണ്ടാകും. അല്ല, റാങ്ക് കിട്ടി ടോപ്പായി മിടുക്കനായി നല്ല കുട്ടിയായി ഇവിടെ പലർക്കും വാർത്ത അല്ലത്രേ. ആലോചിക്കും. നമ്മൾ ആരെങ്കിലും അംഗീകരിക്കാറുണ്ടോ? കേരളത്തിന്റെ അധപ്പതിച്ച അവസ്ഥ എന്താണെന്നറിയാമോ? നമ്മൾ ആരെ ആദരിക്കാറില്ല, അംഗീകരിക്കാറില്ല. യഥാർത്ഥത്തിൽ ഖുർആൻ പറയുന്നു, വേദഗ്രന്ഥം പറയുന്നത് എന്താണെന്നറിയാമോ? നമ്മൾ മറ്റുള്ളവരെ അറിഞ്ഞ് ആദരിക്കണം, ആദരിക്കേണ്ടവരെ ആദരിക്കണം, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കണം. കഴിഞ്ഞ ദിവസം ഒരു മഹാനായ മനുഷ്യൻ അന്തരിച്ചു. ഇനി അദ്ദേഹത്തിന്റെ പടവും വെച്ചുകൊണ്ട് ഇവിടെയൊക്കെ നടക്കും. എന്താ? സെന്റിമെന്റ്സ് വോട്ടിന് വേണ്ടി. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ മഹാന്മാരെ ആദരിക്കാറില്ല. എന്തിനേറെ, ഒരു നല്ല അച്ഛൻ വീട്ടിൽ ജീവിച്ചിരുന്നാൽ പലപ്പോഴും ഒരു അമ്മ ആദരിക്കാറില്ല. ഒരു നല്ല അമ്മ വീട്ടിൽ ജീവിച്ചിരുന്നാൽ നല്ലൊരു ചമ്മന്തി അരച്ചുകൊണ്ട് കൊടുത്താൽ പോലും ടേസ്റ്റ് ചെയ്തിട്ട് കൊള്ളാമടി, കൺഗ്രാജുലേഷൻ എന്നൊരു വാക്ക് പോലും പറയാത്ത രീതിയിൽ മനുഷ്യർ അധപ്പതിക്കുന്നു. കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ വേണ്ടി കുറെ പേർ, എന്തിലും ഏതിലും കുറ്റം. ഒരു മനുഷ്യന് കുറ്റം മാത്രമല്ല ഉള്ളത്, ഒരുപാട് നന്മകളുണ്ട്, ഒരുപാട് നന്മകളുണ്ട്. നിങ്ങളുടെ ഭർത്താവിന്റെ ഒരുപാട് നന്മകളുണ്ട്. ഒരു നന്മ അദ്ദേഹത്തെ ഒന്ന് പൊക്കി പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ ഭാര്യമാർക്ക് ഒരുപാട് നന്മകളുണ്ട്, ഒരു നന്മയൊന്ന് പൊക്കി പറഞ്ഞേ, ആ വീട് സ്വർഗമായി. ചിലര് പറയുന്ന ഇതാണ്, ഓ ഞങ്ങൾ കറങ്ങാൻ പോട്ടെ, കറങ്ങാൻ പോട്ടെ. കാരണം വീട് നരകം അത്രേ. നിങ്ങൾ എവിടെ കറങ്ങാൻ പോയാലും തിരിച്ചു വരുന്നത് എവിടെയാ? ആ സ്വന്തം വീട്. ആ സ്വന്തം വീട് നരകമാണെങ്കിൽ പിന്നെ എങ്ങനെയാ സ്വന്തമായൊരു ജീവിതം ഉണ്ടാകുക? യഥാർത്ഥത്തിൽ വീട് സ്വർഗമായാൽ
എനിക്ക് ഈ കേരളം എൻ്റെ സ്വന്തം വീടാണ്. പക്ഷെ നമ്മളിൽ കുറെ പേർ അത് നരകമാക്കിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചാൽ അത് സ്വർഗമാകും. അതാകണമെങ്കിൽ ആദ്യം സ്വന്തം വീട് സ്വർഗമാകണം. സ്വന്തം വീട്, അതിലേക്ക് നമുക്ക് എത്താം. അപ്പൊ ഭഗവത്ഗീത പറഞ്ഞാൽ ഈ അടുത്ത കാലം വരെയും ഭാരതത്തിൽ ഫോളോ ചെയ്തിരുന്നു ഭഗവത്ഗീത. എന്നാൽ ഇപ്പോഴോ സംസ്കൃതമെന്നും പറഞ്ഞും കട്ടി വാക്കെന്നും പറഞ്ഞും പലരും വായിക്കുന്നില്ല. പക്ഷെ ഇൻഡിവിജ്വൽ ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ആണ്. ഒരു വ്യക്തിയുടെ ഇന്ദ്രിയങ്ങളെ എങ്ങനെ നിയന്ത്രിച്ചു വെച്ചുകൊണ്ട് അവന് വിജയത്തിലെത്താമെന്ന രഹസ്യങ്ങളാണ് ഇതിനകത്തുള്ളത്. ഒന്ന് ആലോചിച്ചേ, അവിടെ പലരും വരുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകൾ പോകുന്നു. നിങ്ങൾ യഥാർത്ഥത്തിൽ ആദ്യം മത്സരിക്കേണ്ടത് ആരോടാണെന്നറിയാമോ? നിങ്ങളുടെ ഇന്ദ്രിയങ്ങളോട്. സ്വന്തം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കാൻ കഴിവില്ലാത്തവന് ഒരിക്കലും ജീവിതം വിജയിപ്പിക്കാൻ പറ്റില്ല. എന്റെ കണ്ണുകൾ ഞാൻ പറയുന്നിടത്ത് നിൽക്കണം. എന്നാലോചിച്ച് നോക്കിയേ, അതാണ് അർജുനൻ. എന്റെ ചെവി ഞാൻ വിചാരിക്കുന്നതേ കേൾക്കാൻ പാടുള്ളൂ, ഇല്ലാത്തത് കേൾക്കാൻ പാടില്ല. എന്റെ നാക്ക് നല്ലതേ പറയാൻ പാടുള്ളൂ. ഇങ്ങനെ നമ്മൾ തന്നെ നമ്മളെ നിയന്ത്രിക്കണം. BMW ആണെങ്കിലും മെഴ്സിഡസ് ബെൻസ് ആണെങ്കിലും നിയന്ത്രണമില്ലെങ്കിൽ എങ്ങനെ ഇരിക്കും മോളെ? അപകടമായി, അല്ലേ? അപ്പൊ നിയന്ത്രണമാണ് ഏറെ നല്ലത്.